കോർട്ടിലെത്തിയപ്പോ മറ്റവൻ പറഞ്ഞു, എടി ആ കൊച്ചു മക്കളതാ 4 മക്കളും നിരന്നു നിന്ന് കരയുന്നു, ഉമ്മ നിങ്ങൾ തിരിച്ചു വരണം ഉമ്മ എന്നും പറഞ്ഞു. എന്നാലും ഉമ്മ എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ഉമ്മ അല്ലാതാവോ? ആവൂലല്ലോ. ഈ 4 മക്കളിൽ നിന്ന് കരയാൻ തുടങ്ങി. ഉമ്മ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം ഉമ്മ. ഭർത്താവാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ആ ചെറുക്കൻ പറഞ്ഞു, 20 വയസ്സായ ചെറുക്കൻ പറഞ്ഞു, എന്റെ പൊന്നാര പെങ്ങളെ നിങ്ങൾ അയാളെ കൂടെ പൊയ്ക്കോ, ആ മക്കൾ നിലവിളിക്കുന്നുണ്ടില്ലേ, നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നില്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ പറഞ്ഞു. 20 വയസ്സുകാരനായ കാമുകൻ പറഞ്ഞു, എന്നാൽ ആ പ്രിയപ്പെട്ട 40 വയസ്സുകാരിയായ പെങ്ങള് പറഞ്ഞു, വേണ്ട വേണ്ട മക്കളെ വേണ്ട എനിക്ക്, ഭർത്താവേ വേണ്ട എനിക്ക്, നിന്നെ മതി മോനെ, നിന്നെ മതി മോനെ. ഇതെന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. കോടതി വരാന്തയിൽ വെച്ച് എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ, 18 വയസ്സായ 16, 18 വയസ്സ് പൂർത്തിയായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമുദായത്തിലെ ഹാജിയാക്കന്മാരുടെ മക്കൾ, മുസ്ലിയാക്കന്മാരുടെ മക്കൾ, ഈ സമുദായത്തിലെ അഡ്രസ്സും ഈ സമുദായത്തിലെ ഐഡന്റിറ്റിയും പേര് ജീവിക്കുന്ന ഈ സമുദായത്തിലെ പെൺമക്കൾ കോടതിയുടെ വരാന്തയിൽ വെച്ച് അന്യമത സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ, ഇത്രയും കാലം എനിക്ക് അന്നം നൽകിയ, ഇത്രയും കാലം എനിക്ക് ജീവിതം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മായെ എനിക്ക് വേണ്ട, എന്റെ വാപ്പാനെ എനിക്ക് വേണ്ട, എന്റെ അശോകേട്ടനെ മാത്രം എനിക്ക് മതി, അതല്ലെങ്കിൽ എന്റെ ഫത്താഹിക്കായ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കയറി വന്ന ഒരു തന്റെ കൈക്ക് പിടിച്ച് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ച്, വാപ്പാനെ കണ്ണീര് കുടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളായി ഈ സമുദായത്തിലുള്ളത്. പെങ്ങളെ